മാസപ്പടി കേസിൽ ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചടുല നീക്കങ്ങളാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. കരിമണൽ കമ്പനി CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ചീഫ് മാനേജർ പി സുരേഷ് കുമാറിനും മുൻ കാഷ്യർ വാസുദേവനും നോട്ടീസ് നൽകി. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിനീത, എന്തൊക്കെയാണ് ഇഡി നീക്കത്തിന്റെ വിവരങ്ങൾ? ഉന്മേഷ്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവുമായി ഇഡി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ തുടർ നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ന് 2 ഉദ്യോഗസ്ഥർക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ചീഫ് ജനറൽ മാനേജർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പി സുരേഷ് കുമാറാണ്. കമ്പനിയുടെ സെക്രട്ടറി സ്ഥാനം കൂടി വഹിക്കുന്നത് സുരേഷ് കുമാർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുരേഷ് കുമാറിനാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി ഇന്ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട CMRLന്റെ മുൻ ഉദ്യോഗസ്ഥരിലേക്കും ഇഡിയുടെ ഒരു അന്വേഷണം എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു നടപടി എന്ന രീതിയിലാണ് മുൻ ക്യാഷ്യറായ വാസുദേവനും നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇരുവരോടും കൊച്ചിയിലെ ഓഫീസിൽ ഇന്ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇരുവരും അല്പസമയത്തിനകം കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. വളരെ വിശദമായി ഇവരെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ഇന്നലെ ഇഡിയുടെ നിർദ്ദേശപ്രകാരം 3 ഉദ്യോഗസ്ഥർ, അതായത് CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, ഒപ്പം തന്നെ IT വിദഗ്ധയായ IT ഉദ്യോഗസ്ഥരായ അഞ്ജു റേച്ചൽ കുരുവിള, ഒപ്പം മാനേജർ ചന്ദ്രശേഖരൻ എന്നിങ്ങനെ 3 ഉദ്യോഗസ്ഥരെയാണ് ഇഡി കഴിഞ്ഞ 24 മണിക്കൂർ അവരെ ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ ഈ ഉദ്യോഗസ്ഥരോട് ഹാജരാക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ രേഖകളൊക്കെ വളരെ വിശദമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, വിനീത, ഇപ്പോൾ ഈ എക്സാലോജിക്കുമായുള്ള ഇടപാടിന്റെ വിശദാംശങ്ങളാണല്ലോ, അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ അന്വേഷണം. എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഇഡി ശ്രമിക്കുന്നത് വിനീത? തീർച്ചയായും ഉന്മേഷ്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL, അതായത് ചെയ്യാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ 80 ലക്ഷം രൂപ ലോൺ ഇനത്തിലും എക്സാലോജിക്കിന് CMRL നൽകിയെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ, ഇത് ഏത് തരത്തിലാണ് ഈ പണം നൽകിയിരിക്കുന്നത്, ഈ സാമ്പത്തിക ഇടപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CMRLലെ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ഇഡി പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ എക്സാലോജിക്കുമായി കൊണ്ടുള്ള കരാർ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ വിശദാംശങ്ങൾ, ഈ ബാങ്ക് ഡീറ്റെയിലുകൾ, CMRLന്റെ ആദായ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചില രേഖകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ ഇന്നലെ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വിവരങ്ങൾ ഉൾപ്പെടെ ഇഡി പരിശോധിച്ചു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ചോദ്യം ചെയ്യൽ 24 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഇന്നലെ ഇഡി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് പൂർത്തിയായത്. ഈ രേഖകളൊക്കെ വളരെ വിശദമായി ഇഡി പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതിനുശേഷമാണ് ഇപ്പോൾ മുൻ ക്യാഷ്യറെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇഡി എത്തിയിരിക്കുന്നത്. വാസുദേവന് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇരുവരിൽ നിന്നും വളരെ വിശദമായി മൊഴിയെടുത്തതിന് ശേഷം ഒരുപക്ഷെ CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇഡി നോട്ടീസ് നൽകിയേക്കും. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് എക്സാലോജിക്കിലേക്ക് തന്നെയാണെന്നാണ് ഇതുവരെ പോകുന്ന ഇഡിയുടെ ഒരു അന്വേഷണവുമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരക്കിട്ട നടപടികളുണ്ടാകുന്നു ഇഡിയുടെ ഭാഗത്തുനിന്ന്.